പാകിസ്ഥാനിലെ ബഹവൽപൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ കുടുംബത്തിലെ 10 അംഗങ്ങളും 4 സഹായികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മസൂദ് അസ്ഹറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവളും കുടുംബത്തിലെ 5 കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ അസ്ഹറിന്റെയും അമ്മയുടെയും അടുത്ത സഹായിയും മറ്റു 2 അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്ന് പുലർച്ചെ 1:05 പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള ജെയ്ഷെ, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസ്ഹറുമായി ബന്ധപ്പെട്ട ഒരു മദ്രസയും ലക്ഷ്യമിട്ടിരുന്നതായി പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിന്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രസയ്ക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തനങ്ങളുമായി വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന മത സെമിനാരിയാണിത്. കൂടാതെ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും പരിശീലനം നൽകുകയും ചെയ്തുവെന്നാരോപിച്ച് മുൻപ് അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മൗലാന മസൂദ് അസ്ഹർ 2019 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ബോംബാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഉന്നത ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ്. അതേസമയം പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ പൂഞ്ച് രാജൌരി മേഖലയിലെ ഭീംബർ ഗാലിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഷെല്ലുകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് 3 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിലൂടെ പ്രതികരിച്ചത്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ സൈന്യം രാത്രി മുഴുവൻ കനത്ത വെടിവയ്പും ഷെല്ലാക്രമണം നടത്തിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഷെല്ലാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുമെന്നായിരുന്നു സൈന്യം അറിയിച്ചത്. മെയ് 6, 7 തീയതികളിലെ രാത്രിയിൽ ജമ്മു കാശ്മീരിന് എതിർവശത്തുള്ള LOCയിലും IBയിലുമുള്ള പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം പീരങ്കി ഷെല്ലാക്രമണം ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ വെടിവയ്പ് നടത്തിയിരുന്നു എന്നാണ് ഇന്ത്യൻ ആർമി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം കൊല്ലപ്പെട്ട 3 പേരും സാധാരണക്കാരാണ്. ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി പൂഞ്ചിലെ കൃഷ്ണ ഘാട്ടി, ഷാപൂർ സെക്ടറുകളിലും ജമ്മു മേഖലയിലെ രജൌരി ജില്ലയിലെ ലാം, മഞ്ചക്കോട്ട്, ഗംഭീർ ബ്രാഹ്മണ എന്നിവിടങ്ങളിലും വടക്കൻ കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള ജില്ലകളിലെ കർണ, ഉറി സെക്ടറുകളിലും അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് കനത്ത ഷെല്ലാക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിർത്തി കാക്കുന്ന ഇന്ത്യൻ സുരക്ഷാ സേനയും ഇതിനെതിരെ തിരിച്ചടിച്ചിട്ടുണ്ട്. അവസാന റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ഇരുവിഭാഗവും തമ്മിൽ അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണം തുടരുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പാക് ഷെല്ലാക്രമണത്തെ തുടർന്ന് ജമ്മുവിലെ ഭൂരിഭാഗം പേരെയും ഭൂഗർഭ ബങ്കറുകൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഭീഷണി കണക്കിലെടുത്ത് എല്ലാ സംസ്ഥാനങ്ങളോടും മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മെയ് 7 ബുധനാഴ്ച, അതായത് ഇന്നാണ് രാജ്യത്തുടനീളം മോക്ക് ഡ്രില്ലുകൾ നടത്താനുള്ള തീരുമാനം. 1971 രാജ്യത്ത് അവസാനമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുകയും ചെയ്തിരുന്നു. സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്താനും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവയുടെ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായ പോലീസ് സേനാംഗങ്ങൾ, പാരാമിലിറ്ററി അംഗങ്ങൾ, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഹോം ഗാർഡുകൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, ആംബുലൻസ്, ആശുപത്രികൾ, വിദ്യാർത്ഥികൾ എന്നിവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 244 ജില്ലകളിലാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം സിവിൽ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കേണ്ട രാജ്യത്തുടനീളമുള്ള 295 പട്ടണങ്ങളെയും ജില്ലകളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 100 ഇടങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട മേഖലകളാണ്. വ്യോമാക്രമണം സംഭവിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുക എന്നതും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാണ്. ശത്രു രാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചാൽ ആദ്യം വിവരം ലഭിക്കുക വ്യോമസേനയ്ക്കായിരിക്കും. വ്യോമസേനയാണ് വിവിധ ഇടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകുക. ഇതിനായി ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഹോട്ട്ലൈൻ ബന്ധം, റേഡിയോ ആശയവിനിമയ ബന്ധം തുടങ്ങിയവയും മോക്ക് ഡ്രിൽ സമയത്ത് പരിശോധിക്കും. യുദ്ധമുണ്ടായാൽ വ്യോമാക്രമണത്തിന് ജനങ്ങളെ ജാഗരൂകരാക്കാൻ എയർ റെയ്ഡ് വാർണിംഗ് സംവിധാനവും നടപ്പിലാക്കും. ആദ്യം വിവിധ കേന്ദ്രങ്ങളിൽ സൈറൻ മുഴക്കും. ഇതുവഴി
സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമാക്കാനാണ് മോക്ക് ഡ്രില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ആശയവിനിമയം നടത്താൻ ഹാം റേഡിയോയുടെയും മാധ്യമങ്ങളുടെയും സഹായം തേടും. തുടർന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ആദ്യമായാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. സിവിൽ ഡിഫൻസിന്റെ കൺട്രോളിംഗ് ഓഫീസർ ജില്ലാ കളക്ടർമാരും നോഡൽ ഓഫീസർ ജില്ലാ ഫയർ ഓഫീസറുമാണ്.